ഓസ്ട്രേലിയ, US, കാനഡ തുടങ്ങിയ രാജ്യങ്ങളിൽ ജീവിക്കുന്ന ഇന്ത്യക്കാർ പകർപ്പവകാശം ലംഘിക്കുന്ന പൈറസി ആപ്ലിക്കേഷനുകളും സെറ്റ്-ടോപ്പ് ബോക്സുകളും ഉപയോഗിക്കുന്നുണ്ട്. FTV, C5, സോണി ലിവ്, ഹോട്ട്സ്റ്റാർ, നെറ്റ്ഫ്ലിക്സ്, ആമസോൺ തുടങ്ങിയ കണ്ടന്റ് പ്ലാറ്റ്ഫോമുകളെ ഗുരുതരമായി ബാധിക്കുന്ന പ്രവണതയാണ് IPTV ആപ്പുകളും IPTV സെറ്റ്-ടോപ്പ് ബോക്സുകളും ഉപയോഗിച്ച് ഇത്തരം കണ്ടന്റുകൾ കാണുന്നത്. ഓസ്ട്രേലിയയിൽ FTVയുടേതാണ് നിയമപരമായ സെറ്റ്-ടോപ്പ് ബോക്സ്. ഒറ്റത്തവണ ഫീസ് അടച്ച് ഇത്തരം സെറ്റ്-ടോപ്പ് ബോക്സുകൾ വാങ്ങുന്നത് കുറ്റവാളികളെ പിന്തുണയ്ക്കുന്നതിന് തുല്യമാണെന്ന് പലരും മനസ്സിലാക്കുന്നില്ല. മോഷ്ടിക്കുന്ന കണ്ടന്റുകൾ അതിൻ്റെ യഥാർത്ഥ ഉടമകൾക്ക് സാമ്പത്തിക നഷ്ടം ഉണ്ടാക്കുന്നതിന് പുറമെ വിനോദ വ്യവസായ മേഖലകളിൽ ജോലി നഷ്ടങ്ങൾക്കും കാരണമാകും. ഇതിനു പുറമെ ഇത്തരം ഉപാധികളിലൂടെ കണ്ടന്റ് കാണുന്നവർ മിക്കപ്പോഴും ഡാർക്ക് വെബിലൂടെ പ്രവർത്തിക്കുന്ന ക്രിമിനൽ സംഘങ്ങൾക്ക്, ഭീകരവാദം, മയക്കുമരുന്ന് കടത്ത് തുടങ്ങിയ പ്രവൃത്തികൾക്ക് പിന്തുണ നൽകുകയും കൂടിയാണ് ചെയ്യുന്നത്. IPTV ബോക്സുകൾക്ക് നിങ്ങളുടെ വ്യക്തിവിവരങ്ങളും രഹസ്യവിവരങ്ങളും ചോർത്താനുള്ള കഴിവുണ്ട്. നിങ്ങളുടെ ക്രെഡിറ്റ് കാർഡ് വിവരങ്ങളും ഡാർക്ക് വെബിൽ എത്തപ്പെടാം. അന്താരാഷ്ട്ര വിപണിയിൽ പ്രവർത്തിക്കുന്ന അനധികൃതമായ IPTVകൾ നിരവധിയുണ്ട്. ചിത്രം TV, ബോസ് IPTV, ടാഷൻ IPTV, റിയൽ TV, ജാഡോ TV, വേൾഡ് മാക്സ് TV, മാക്സ് TV, V-ബോക്സ്, വയോസ് IPTV, പഞ്ചാബി IPTV, ഇന്ത്യൻ IPTV എന്നിവ ഉദാഹരണങ്ങളാണ്. ഇത്തരം സേവനങ്ങൾ പ്രോത്സാഹിപ്പിക്കുന്നവർക്ക് കോടതി നടപടികൾ നേരിടേണ്ടി വരാം. മാത്രമല്ല ആയിരക്കണക്കിന് ഡോളറിന് മുകളിൽ പിഴയും അടയ്ക്കേണ്ടി വരും. UK, ഫ്രാൻസ് തുടങ്ങിയ രാജ്യങ്ങൾ പൈറസി ഗുരുതരമായ കുറ്റമാക്കി മാറ്റുന്ന നിയമങ്ങൾ പാസാക്കി കഴിഞ്ഞു. പോലീസും മറ്റ് സംവിധാനങ്ങളും UKയിൽ വ്യാപകമായി റെയ്ഡുകൾ നടത്തുകയും നോട്ടീസുകൾ നൽകുകയും ചെയ്തിട്ടുണ്ട്.